നമസ്കാരം. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന് മറുപടിയുമായി മുഖ്യമന്ത്രി വി.ഡി. സതീശൻ രംഗത്ത്. വിഴിഞ്ഞം പദ്ധതിയിൽ സംസ്ഥാന സർക്കാരിന് ഓഹരി പങ്കാളിത്തമുണ്ടെന്ന പ്രതിപക്ഷ നേതാവിന്റെ വാദം തെറ്റാണെന്നും അദാനി ഗ്രൂപ്പ് ഏകപക്ഷീയമായി സെബിയെ സമീപിച്ചതിലുള്ള അതൃപ്തി സർക്കാർ കമ്പനിയെ അറിയിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി കത്തിൽ വ്യക്തമാക്കി. ഈ വിഷയത്തിൽ UDF സർക്കാർ എന്ത് തെറ്റാണ് ചെയ്തതെന്ന് വ്യക്തമാക്കാൻ പ്രതിപക്ഷ നേതാവിനെ മുഖ്യമന്ത്രി വെല്ലുവിളിച്ചു. ഈ സർക്കാരിന്റെ കാലയളവിൽ അദാനി കമ്പനിയുടെ ഓഹരി വിൽപ്പനയുമായി ബന്ധപ്പെട്ട യാതൊരു തീരുമാനങ്ങളോ അനുമതികളോ സംസ്ഥാനം നൽകിയിട്ടില്ല. സർക്കാർ അധികാരമേൽക്കുന്നതിന് മുൻപ് തന്നെ ഇത് സംബന്ധിച്ച നടപടികൾ അദാനി കമ്പനി ആരംഭിച്ചുവെന്ന് വേണം മനസ്സിലാക്കാനെന്നും വി.ഡി. സതീശൻ കത്തിൽ വ്യക്തമാക്കി. കത്തിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ നിർമ്മാണത്തിന് സംസ്ഥാന സർക്കാർ അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുമായി ഉണ്ടാക്കിയ കൺസെഷനെയർ എഗ്രിമെന്റിന്റെ ക്ലോസ് 5.3 പ്രകാരം 25% കൂടുതൽ ഓഹരി കൈമാറ്റം നടത്തുന്നതിന് സംസ്ഥാന സർക്കാരിന്റെ മുൻകൂർ അനുമതി നിർബന്ധമാണ്. ഓഹരി കൈമാറ്റം സംബന്ധിച്ച് 1/7/2026 അങ്ങ് ഉന്നയിച്ച സബ്മിഷന് നൽകിയ മറുപടിയിൽ പ്രസ്തുത സ്ഥാപനം ഓഹരി കൈമാറ്റം സർക്കാരിനെ അറിയിച്ചിട്ടില്ല എന്നതും വ്യക്തമാക്കിയതാണ്. അന്നേ ദിവസം വൈകുന്നേരമാണ് സർക്കാരിന് അദാനി ഗ്രൂപ്പിൽ നിന്നുള്ള ആദ്യ കത്ത് ലഭിക്കുന്നത്. സർക്കാരിന്റെ മുൻകൂർ അനുമതി തേടാതെ അദാനി കമ്പനി ഓഹരി കൈമാറ്റത്തിന്റെ ഭാഗമായി സെബിയെ സമീപിച്ച നടപടിയിലുള്ള അതൃപ്തി തൊട്ടടുത്ത ദിവസം തന്നെ സംസ്ഥാന സർക്കാർ കമ്പനിയെ അറിയിച്ചതുമാണ്. 3/7/2026 അദാനി കമ്പനി മറ്റൊരു കത്ത് സർക്കാരിന് നൽകി. ഇക്കാര്യം 8/7/2026 നടത്തിയ വാർത്താ സമ്മേളനത്തിലും വ്യക്തമാക്കിയിരുന്നു. ഈ വിഷയം പരിശോധിക്കാൻ ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ എംപവേർഡ് കമ്മിറ്റിയെ മന്ത്രിസഭ ചുമതലപ്പെടുത്തുകയും ചെയ്തു. ഇക്കാര്യം അങ്ങയുടെ ശ്രദ്ധയിൽ വന്നില്ലെന്നുള്ളത് ദൗർഭാഗ്യകരമാണ്. സംസ്ഥാന താൽപര്യം മുൻനിർത്തി മാത്രമേ ഇക്കാര്യത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കൂ. അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിന്റെ ഓഹരിയാണ് MSC ഗ്രൂപ്പിന് കൈമാറാൻ ശ്രമിക്കുന്നത്. അങ്ങ് കത്തിൽ പറഞ്ഞ വസ്തുതാവിരുദ്ധമായ ഒരു കാര്യം ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. ഈ കമ്പനിയിൽ മുഖ്യ ഓഹരി പങ്കാളിയായ സർക്കാരിനെ അറിയിക്കാതെയാണ് അദാനി ഗ്രൂപ്പ് ഏകപക്ഷീയമായി നടപടികൾ സ്വീകരിക്കുന്നത് എന്നാണ് അങ്ങയുടെ ആരോപണം. ഇത് തെറ്റാണ്. അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡിൽ സംസ്ഥാന സർക്കാർ ഓഹരി പങ്കാളിയല്ല. വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട കൺസെഷനെയർ എഗ്രിമെന്റിലെ ക്ലോസ് 5.3 പ്രകാരമാണ് ഓഹരി കൈമാറ്റത്തിൽ സർക്കാരിന്റെ മുൻകൂർ അനുമതി നിഷ്കർഷിച്ചിരിക്കുന്നത്. പ്രസ്തുത കരാറിലെ ക്ലോസ് 5.8 പ്രകാരം കോമൺ യൂസർ ഫെസിലിറ്റി ഉപയോഗിക്കുന്നത് ഒരു കമ്പനിയും കുത്തകയാക്കാൻ പാടില്ലെന്നും നിഷ്കർഷിച്ചിട്ടുണ്ട്. ഇത് കൂടാതെ ഓഹരി കൈമാറ്റത്തിന് സുരക്ഷാ മാനദണ്ഡങ്ങൾ സംബന്ധിച്ച് കേന്ദ്ര സർക്കാരിന്റെയും അനുമതികൾ ആവശ്യമാണ്. സംസ്ഥാന സർക്കാരിൽ നിക്ഷിപ്തമായിരിക്കുന്ന അവകാശ അധികാരങ്ങൾ ആവശ്യമായി വരുന്ന ഏത് ഘട്ടത്തിലും ഉപയോഗിക്കും. ഈ സാഹചര്യത്തിൽ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച ആരോപണങ്ങളും ആശങ്കകളും അടിസ്ഥാനമില്ലാത്തതാണ്. ഈ സർക്കാരിന്റെ കാലയളവിൽ അദാനി കമ്പനിയുടെ ഓഹരി വിൽപ്പനയുമായി ബന്ധപ്പെട്ട യാതൊരു തീരുമാനങ്ങളും അനുമതികളും സംസ്ഥാനം നൽകിയിട്ടില്ല. സർക്കാർ അധികാരമേൽക്കുന്നതിന് മുൻപ് തന്നെ ഇത് സംബന്ധിച്ച നടപടികൾ അദാനി കമ്പനി ആരംഭിച്ചെന്ന് വേണം മനസ്സിലാക്കാൻ. അങ്ങ് നേതൃത്വം നൽകിയിരുന്ന LDF സർക്കാർ 2025 സംഘടിപ്പിച്ച വിഴിഞ്ഞം കോൺക്ലേവിൽ MSC കമ്പനിയിലെ പ്രമുഖർ പങ്കെടുത്തിരുന്നില്ലേ? അപ്പോൾ അന്ന് മുതൽക്കേ ഓഹരി കൈമാറ്റത്തിന് വേണ്ടിയുള്ള ചർച്ചകൾ നടന്നുവെന്നല്ലേ കരുതേണ്ടി വരിക? LDF സർക്കാരിന്റെ ദീർഘവീക്ഷണത്തിന്റെ വിജയമാണ് വിദേശ നിക്ഷേപമെന്ന് ജൂലൈ 1 CPM മുഖപത്രമായ ദേശാഭിമാനി എഴുതിയതും ഇതിന്റെ തെളിവല്ലേ? ഇതിനും മുൻപ് ജൂൺ 5 ദേശാഭിമാനി പ്രസിദ്ധീകരിച്ചിരുന്ന വാർത്ത വിഴിഞ്ഞത്ത് വരും MSC ടെർമിനൽ എന്നാണ്. 49% ഓഹരിയാണ് MSC ലക്ഷ്യമിടുന്നതെന്നും അദാനി പോർട്സ് ആൻഡ് സ്പെഷ്യൽ എക്കണോമിക് സോൺ ലിമിറ്റഡും MSC പ്രതിനിധികളുമായുള്ള ചർച്ച പുരോഗമിക്കുന്നുവെന്നും ഇതേ വാർത്തയിലുണ്ട്. LDF സർക്കാർ മുഖ്യമന്ത്രിയായിരുന്ന അങ്ങും CPM അറിയാതെ ഇത്തരം ചർച്ചകൾ നടക്കുമോ? ഇത്രയും യാഥാർത്ഥ്യങ്ങൾ പൊതുസമൂഹത്തിന് മുന്നിൽ നിലനിൽക്കെ ഓഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ട അങ്ങയുടെ സർക്കാരിന്റെ കാലത്ത് എന്തെങ്കിലും നടപടികളോ ആശയവിനിമയമോ അദാനി കമ്പനിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ടോ എന്ന് വെളിപ്പെടുത്താൻ ഇനിയെങ്കിലും തയ്യാറാകുമോ എന്നും അദ്ദേഹം കത്തിൽ ചോദിക്കുന്നു.